എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. എനിക്കെന്തോ അവരെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഈ ചിന്തകളൊക്കെ മാറിയത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാനിക് അറ്റാക്ക് വന്ന സമയത്ത് എൻ്റെ മാരേജ് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ സമയത്താണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് പാനിക് അറ്റാക്ക് വന്നു തുടങ്ങണേ. ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പോൾ എൻ്റെ ഇമോഷൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡുമായിട്ട്. കാരണം അതിനു മുമ്പ് വരെ വളരെ സ്മാർട്ടായിട്ട് നടന്നിരുന്ന, വളരെ ആക്റ്റീവായിരുന്ന ഒരാൾക്ക് ഇങ്ങനൊരു ചേഞ്ച് വന്നത് പുള്ളിക്ക് ഞാൻ പറയുമ്പോൾ പോലും മനസ്സിലാവാത്തത് കൊണ്ട് എൻ്റെ ഇമോഷൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ ഒരു ഡിറ്റാച്ച്മെൻ്റ് അവിടെ വന്നു. ഈ ഡിറ്റാച്ച്മെൻറ്റിൻ്റെയൊക്കെ ഭീകരത ശരിക്കും ഞാൻ അറിയുന്ന അപ്പോഴാട്ടോ. നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾക്ക് പറ്റാതെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന സ്ട്രഗിളൊക്കെ. ആ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു കുറച്ച് ദൂരെയാണ്. രാത്രി വെറുതെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഒരു തട്ടുകടയിൽ കയറി. ആ കയറിയ സമയത്ത് ആ തട്ടുകടയിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഹസ്ബൻഡും 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ വണ്ടികളിൽ ഒരുപാട് ആണുങ്ങൾ, പല ഏജിലുള്ളവർ അവിടെ വന്നു. കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് വന്നിറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് പാനിക് അറ്റാക്ക് വരും, ആൻസൈറ്റി വരുവാണെങ്കിൽ ഞാൻ എങ്ങനെ ഇത്രയും പേരെ തള്ളി മാറ്റി പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളൊരു ചിന്ത വന്ന് ട്രിഗറായി. എനിക്ക് പറ്റുന്നില്ല അവിടെ ഇരിക്കാൻ. എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നുന്നു. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ 2 ലേഡീസേ ഉള്ളൂ. ഒന്ന് ഞാനും ഒന്ന് വേറൊരു ലേഡിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരാളെ കണ്ട് ജഡ്ജ് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ എന്നാൽ പോലും അവരുടെ കൂടെ വന്ന ആൾക്കാർ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ ഞാനിരിക്കുന്ന 2 ടേബിളിന് അപ്പുറത്തായിട്ടായിരുന്നു അവർ ഇരുന്നിരുന്നത്. ഞാനിങ്ങനെ പേടിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വഴക്ക് പറയുമെന്ന് വിചാരിച്ച് എനിക്ക് ആൻസൈറ്റി വരുന്നത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ബുദ്ധിമുട്ടി ഇരിക്കുകയാണേ. പക്ഷെ ആ ലേഡിക്ക് എൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർക്കത് മനസ്സിലായി ഞാൻ എന്തോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. അവർ വളരെ സ്നേഹത്തോടെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നിട്ട് "സാരമില്ല കേട്ടോ, പേടിക്കണ്ട" എന്നുള്ള രീതിയിൽ അവരെന്തൊക്കെയോ അവരിങ്ങനെ പറയാതെ പറയില്ലേ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവർക്ക് എങ്ങനെയാണിത് മനസ്സിലാവണേന്ന്. അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ഞാൻ കഴിച്ച് കഴിയുന്നത് വരെ അവർ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അവരുടെ കൂടെ വന്നവരൊക്കെ അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവർ പോവാതെ അവിടെ ഇരുന്നു. അന്നാണ് ശരിക്കും മനുഷ്യരെ ഞാൻ സ്നേഹിച്ചു തുടങ്ങുന്നത്. ഞാൻ ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ തുടങ്ങിയത് ആ ദിവസത്തോടെയാണ്. എനിക്ക് ഒരിക്കലും ആ ലേഡിയെ മറക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ മുമ്പിൽ വന്ന് നിന്നിട്ട് "നീ പേടിക്കണ്ട" എന്ന് പറയുന്ന ഒരു ഫീൽ അവരെനിക്ക് തന്നു. എനിക്ക് അവരുടെ മുഖമോ അന്ന് അവർ ഉടുത്തിരുന്ന സാരിയോ അവരുടെ പൊട്ടോ അവരുടെ മുടിയുടെ കളറോ ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയും എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു മുഖം അത്.